അങ്ങനെ ഇപ്പൊ വീണ്ടും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേരിട്ടു, ഒരു മരണ വീടാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ഏതെങ്കിലും മരണ വീടുകളിൽ പോയപ്പോഴത്തേക്കും അവിടെ കണ്ട ഒരു കഥ, ഒരു സംഭവം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇത് സിനിമയിലുണ്ടോ? എന്തായിരുന്നു? കുറെ ഇൻസിഡൻസ് ഉണ്ട്. എനിക്ക് ഇതിനകത്തുള്ള മേജറായിട്ടുള്ള പരിപാടികളെല്ലാം നമ്മൾ നോർമലി മലവീടുകളിൽ കണ്ടിട്ടുള്ള പരിപാടികളാണ്. എങ്കിൽ ഒരെണ്ണം പറയൂ, ഒരു എക്സാമ്പിൾ പറയൂ ഞങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. മീൻസ് ഓരോ 12 മണിക്കാരുടെ പരിപാടികള്, അവരുടെ കുറെ പരിപാടികളുണ്ടല്ലോ, കസേര കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഇത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് നമ്മൾ ഇപ്പൊ കാണുന്ന മല്ലികാന്റിയെ കുറിച്ച് ചോദിക്കാതെ എങ്ങനെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും? അങ്ങനെ നോക്കണ്ട കേട്ടോ, ഞങ്ങൾ ടീച്ചറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്തൊക്കെ കൂടുതലുണ്ടായിരുന്നു. കൂടെ അഭിനയിച്ചപ്പോൾ ഡാൻസ് ഒക്കെ നിങ്ങളെക്കാൾ നന്നായി ഡാൻസ് കളിക്കുന്ന മല്ലികാന്റിയാണെന്ന് തോന്നിയിരുന്നു. അതെ, മല്ലിക ചേച്ചിയാണ് ശരിക്കുമാണ്. ആള് തന്നെയാണ് എല്ലാം ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും. ഭയങ്കര നമ്മളെക്കാളും എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്യാം. ആൾക്ക് കുറച്ച് ഹെൽത്തിന്റെ കുറച്ച് ആരോഗ്യ പരിമിതികളുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറഞ്ഞ ആള് ചെയ്യാം, ഒരു കുഴപ്പമില്ല, അപ്പൊ തന്നെ എഴുന്നേറ്റിരുന്ന് ഭയങ്കര രസമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കര എനർജി ആയിട്ട്, ഭയങ്കര ഓൺ ആയിട്ട് എപ്പോഴും ഷൂട്ട്. നമ്മള് നേരത്തെ ആളുടെ സീൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് ഇതാക്കാൻ നിൽക്കുകയാണ്, പക്ഷെ എത്ര ലേറ്റ് ആയിട്ട് പോയാലും അത്രയും ഓൺ ആയിട്ട് അവസാനം വരെ നിന്ന് കിടലായിട്ട് നിൽക്കുന്ന ഒരാളാണ് മല്ലിക. നിങ്ങളെ കളിച്ചാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്റ്റെപ്പ് ഏതായിരുന്നു? കളിച്ചാൽ ഏറ്റവും ഒരു സ്റ്റെപ്പ് ഞാൻ ഇപ്പൊ എഴുതിയൊരു സ്റ്റെപ്പ് കാണിച്ചിരുന്നു. സ്റ്റെപ്പുകളൊക്കെ അതിനകത്ത് കേട്ടോ, അതിനകത്ത് എല്ലാം ഈസി ആയിരുന്നു. അങ്ങനെ ടഫ് സ്റ്റെപ്പ് ആണെന്ന് തോന്നിയോ? അല്ല, പിന്നെ എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതായിരുന്നു? സ്റ്റെപ്പ് തന്നെ